ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കുറച്ച് വർക്ക് നമുക്ക് കാണാമല്ലേ. ഇതിനു മുന്നേ എനിക്ക് കുറച്ച് പേരോട് ഒരു താങ്ക്സ് പറയാനുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 3-4 പേര് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. DM ചെയ്ത് പറഞ്ഞു ഇങ്ങനെ നമ്മളൊരു ബേക്കറാണ്, അപ്പോൾ വീഡിയോസ് കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, വർക്കുകളെല്ലാം അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് മറ്റൊരു ബേക്കറിനെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അറിയാം നിങ്ങളെയും കൂടെ ഉള്ളൊരു സപ്പോർട്ടാണ് കേട്ടോ കുറച്ചുകൂടെ എനിക്ക് ഹെൽപ്ഫുൾ ആവുക. സോ ഇനിയുള്ള വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെയെന്ന് പറയാൻ നിങ്ങളുടെ അഭിപ്രായം അത് മസ്റ്റാണ് കേട്ടോ, വിട്ടുപോകരുതേ. അപ്പോൾ ഫസ്റ്റ് നമ്മളെല്ലാം ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നാക്കിയിട്ട് ഡെക്കറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു 1 kg വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു, ടോളാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ നന്മണ്ട 14 40s റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈന് ഇത് നമ്മളുടെ ഡിസൈൻ തന്നെയാണ്, നമ്മൾ മുന്നേ ചെയ്തൊരു വർക്കിൻ്റെ തന്നെയാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സോ ഐ തിങ്ക് 3rd ടൈമാണ് നമ്മൾ ഈ സെയിം ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ്ലി ഈ ഒരു സെയിം ഡിസൈൻ തന്നെയായിരുന്നു. സെക്കൻഡ് നമ്മളൊരു യെല്ലോ തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 3rd വൺ സെയിം ഡിസൈൻ തന്നെ. അപ്പം ഇത് നമ്മളുടെ ഡോറ ബുജി തീമിൽ തന്നെയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ടോളാണ് കേക്ക്. പിന്നെ ഇത് ഒരു ഫോക്സ് ബോൾസും കുറച്ച് ബീഡ്സും ദെൻ ബട്ടർഫ്ലൈസ് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഡിസൈന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും. അല്ലാതെ ഇപ്പോൾ ഇത് 3ാമത്തെ വട്ടം വരില്ലല്ലോ. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ അവർ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തൊരു ഡിസൈനായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന ഡിസൈനൊന്നും ഞാൻ ആദ്യമേ റെഫറൻസ് നോക്കി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് സെറ്റാക്കി എടുത്തപ്പം കുഴപ്പമില്ല, സിമ്പിളാണ്, അങ്ങനെ എടുത്തൊരു കേക്കായിരുന്നു. പിന്നെ ഇതിപ്പോൾ 3ാമത്തെ വട്ടം. ഈ ഒരു ഫ്ലേവർ നമ്മൾ വാൻജോലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 1 kg ടോളാക്കിയിട്ടാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്ക് നമ്മളുടെ റെക്കമെൻഡേഷൻ തന്നെയാണ് കേട്ടോ. ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു, കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നമ്മളുടെ റെഗുലർ കസ്റ്റമറാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം ഉണ്ടെങ്കിലും വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. പിന്നെ ഇത് ആണ് നമ്മളുടെ AI കേക്ക് കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമാണ് ഒരാൾ AIയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നത്. അപ്പോൾ ഫസ്റ്റ് കേക്ക് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്രിൻ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോക്സ് ബോൾ ആ ഒരു ഓറഞ്ച് വൈറ്റ് ആ ഒരു ഇതിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊരു 1.5 kg വൈറ്റ് ഫോറസ്റ്റിലാണ് അത്യാവശ്യം നല്ല ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ്ലി നമ്മൾ ആ ഒരു ഓറഞ്ച് ഒരു ബാൻഡ് പോലത്തെ ഒരു ടൈപ്പ് സംഭവം ഫോണ്ടനിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബോട്ടം ഒരു പാർട്ടിൽ കൊടുക്കുകയാണ് കേട്ടോ. കേക്കിൽ ആ ഒരു കംപ്ലീറ്റ് ഇതല്ല കേട്ടോ, അതിൽ ചെറിയ ചേഞ്ചസൊക്കെ അവർ വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് ടോപ്പറും കൂടെ വെച്ച് പിന്നെ വാവയുടെ നെയിമും കൂടെ വെച്ചിട്ടൊന്ന് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു താഴെയുള്ളൊരു സംഭവം സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിൻ്റ് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് കേക്കിലേക്ക് ജസ്റ്റ് സെറ്റായി കൊടുക്കുകയാണ് കേട്ടോ.
ഇത് പ്രിൻ്റ് ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ ആ ഒരു കേക്കിന് അത് സ്യൂട്ടാവില്ല. സോ നമുക്ക് വേണ്ട സൈസിൽ അതൊന്ന് ജസ്റ്റ് സെറ്റാക്കി വെക്കണം. അത് കേക്കിന് ആപ്റ്റ് ആണോ എന്നും കൂടി ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അത് കേക്കിലേക്ക് ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് അതിലേക്കുള്ള ബോൾസ് ഇതൊക്കെ കളറായിരുന്നു എന്നുള്ളത് ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നില്ലേ, ഒരു വൈറ്റ്, ഗോൾഡന്, പിന്നെ ഈ ഒരു ഓറഞ്ച് കളേഴ്സിൽ നമ്മൾ കുറച്ച് ഫോക്സ് ബോൾസ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ആ ഒരു ഇതിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു എന്താ പറയുക, ആ ബലൂൺ പോലുള്ളൊരു ടൈപ്പ് ബോൾസ് പിടിച്ച് നിൽക്കുന്ന ഒരു ഗേൾ എന്നാണ് അതിൻ്റെ ഒരു തീം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആ ഒരു എന്താ പറയുക വരച്ച് കൊടുക്കണമല്ലോ. ഞാൻ പൊതുവേ ആദ്യമൊക്കെ ക്രീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് മാറ്റി ഫോണ്ടനിലാക്കി. പിന്നെ എന്തോ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഈ ഒരു ബേബീൻ്റെ ഹാൻഡില്ലേ അത് മുതൽ ആ ഒരു മുകളിലുള്ള ബോൾസ് വരെ ഒന്ന് ജസ്റ്റ് ലൈന് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ഈ നമ്പേഴ്സ് ലെറ്റേഴ്സൊക്കെ നമ്മളുടെ ഒരു കട്ടർ ഉണ്ടാവുമല്ലോ അതിൽ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ അത് ലൈക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മേടിച്ച് വെക്കാതിരുന്നത്. എനിക്കെന്തോ റൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ലൈക്കായിട്ട് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ കേക്കിലധികം റൈറ്റ് ചെയ്യാറില്ലെങ്കിലും ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നൽ ഫോണ്ടനിൽ തന്നെ റൈറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു ചെറിയൊരു നെയിമും കൂടെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് ആ ഒരു ടോപ്പർ, ലാസ്റ്റ് അല്ല ഇനിയും ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ ഒരു ടോപ്പറും കൂടെ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ. അപ്പോൾ ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ലുക്ക്, ഈ ഒരു ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്? അല്ലെങ്കിൽ പറയാം, വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ബ്ലാങ്കായി കിടക്കുന്ന കുറച്ച് സ്പേസിൽ നമ്മൾ ചെറിയൊരു ഷുഗർ ബോൾസ് ബിഗ് ആൻഡ് സ്മോൾ സൈസുള്ള അത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ വെച്ചപ്പോൾ കംപ്ലീറ്റ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഇനി നിങ്ങൾ പറ, ഈ ഒരു ലുക്കാണോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ലുക്കാണോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇഷ്ടമായതെന്നുള്ള ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഒരു കേക്ക് പിക്കപ്പ് ആയിരുന്നു, ബാക്കിയെല്ലാം ഡെലിവറി ആയിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം എന്ന് പറയാൻ 2 അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം, നോട്ട് ദ പോയിൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വർക്കുകളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡേ കാണാം.